ഷാഡോയിലേക്ക് ഏവർക്കും സ്വാഗതം. പല കൂട്ടുകാരും പറയാറുണ്ട് അക്കൗണ്ടൻസി അറിയില്ല, അക്കൗണ്ടൻസി വളരെ ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിൽ അക്കൗണ്ടൻസി അറിയില്ലെന്ന് പറയുന്ന കൂട്ടുകാർ അക്കൗണ്ടൻസിയുടെ ബേസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അക്കൗണ്ടൻസി വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അക്കൗണ്ടൻസിയുടെ ബേസ് എന്ന് പറയുന്നത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അതായത് 3 റൂളുകൾക്കനുസരിച്ചാണ് അക്കൗണ്ടൻസി നിലകൊള്ളുന്നത്. ഗോൾഡൻ റൂൾ പ്രകാരം 3 തരം അക്കൗണ്ടുകളാണുള്ളത്. പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഒരു ട്രാൻസാക്ഷൻ സ്വീകരിക്കുന്ന വ്യക്തിയെ ഡെബിറ്റ് ചെയ്യണം, ഒരു ട്രാൻസാക്ഷൻ നൽകുന്ന വ്യക്തിയെ ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത്തേത് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്നാൽ അസറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകളാണ്. റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഒരു ബിസിനസ്സിലേക്ക് അസറ്റ് വരുമ്പോൾ അവയെ ഡെബിറ്റ് ചെയ്യണം, ഒരു ബിസിനസ്സിൽ നിന്നും അസറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അവയെ ക്രെഡിറ്റ് ചെയ്യണം. മൂന്നാമത്തേതാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് പ്രകാരം ഒരു ബിസിനസ്സിലെ എക്സ്പെൻസുകളെയും ലോസുകളെയും ഡെബിറ്റ് ചെയ്യണം, ഇൻകത്തെയും ഗെയിൻസിനെയും ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്തു നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാം ഓൺ ക്രെഡിറ്റ്. ഇവിടെ റാമിന്റെ കയ്യിൽ നിന്ന് കടത്തിന് സാധനങ്ങൾ വാങ്ങി. പർച്ചേസ് എന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം എക്സ്പെൻസുകളെയെല്ലാം ഡെബിറ്റ് ചെയ്യണം. റാംസ് അക്കൗണ്ട്. റാം എന്നത് ഒരു പേഴ്സൺ ആണ്. പേഴ്സണുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ആയതുകൊണ്ട് ഇത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഒരു ട്രാൻസാക്ഷൻ നൽകുന്ന വ്യക്തിയെ ക്രെഡിറ്റ് ചെയ്യണം. സാധനങ്ങൾ. ഫർണിച്ചർ ഈസ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ഫർണിച്ചർ എന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഒരു ബിസിനസ്സിലേക്ക് അസറ്റ് വരുമ്പോൾ അവയെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തപ്പോൾ ക്യാഷ് എന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. ബിസിനസ്സിൽ നിന്നും അസറ്റ് പുറത്തേക്ക് പോകുമ്പോൾ റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ബിസിനസ് പെയ്ഡ് സാലറി ടു ഇറ്റ്സ് ക്ലർക്ക്. സാലറി എന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം എക്സ്പെൻസുകളെയെല്ലാം ഡെബിറ്റ് ചെയ്യണം. ബിസിനസ് ക്ലർക്കിന് സാലറി കൊടുത്തപ്പോൾ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പുറത്തേക്ക് പോയി. ക്യാഷ് എന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. ബിസിനസ്സിൽ നിന്നും ക്യാഷ് പുറത്തേക്ക് പോകുമ്പോൾ റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഒരു ബിസിനസ്സിലേക്ക് ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ക്യാഷ് എന്നത് അസറ്റ് ആണ്. റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഒരു ബിസിനസ്സിലേക്ക് അസറ്റ് വരുമ്പോൾ അവയെ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. ബിസിനസിന് ഇൻകം കിട്ടി. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം ബിസിനസ്സിലേക്ക് ഇൻകം വരുമ്പോൾ അവയെ ക്രെഡിറ്റ് ചെയ്യണം. ഈ റൂളുകളെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം, ലയബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ഇൻകം ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം, ഇൻകം ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് അസറ്റ് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് പോകുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി എന്നത് അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അസറ്റ് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ലയബിലിറ്റിയും ട്രീറ്റ് ചെയ്യേണ്ടത്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം, ലയബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ എന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. ലയബിലിറ്റി എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു വ്യക്തി ബിസിനസ് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അവിടെ 2 വ്യക്തികളുണ്ട്. ഒന്ന് ബിസിനസ് ആരംഭിച്ച വ്യക്തി, 2 ബിസിനസ് എന്ന വ്യക്തി. ബിസിനസ് ആരംഭിച്ച വ്യക്തി ബിസിനസ് എന്ന വ്യക്തിക്ക്
ആ തുക ലോൺ നൽകിയതായാണ് പരിഗണിക്കുന്നത്. അതിനാൽ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ എന്നത് എല്ലായ്പ്പോഴും ലയബിലിറ്റി ആയിരിക്കും. ക്യാപിറ്റൽ ലയബിലിറ്റി ആയതുകൊണ്ട് ലയബിലിറ്റി എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ക്യാപിറ്റലും ട്രീറ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. അടുത്ത് വരുന്ന ഇൻകവും എക്സ്പെൻസും നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരമാണ് ട്രീറ്റ് ചെയ്യുന്നത്. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഒരു ബിസിനസ്സിലേക്ക് എക്സ്പെൻസ് വരുമ്പോൾ അവയെ ഡെബിറ്റ് ചെയ്യണം. അതായത് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവയെ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അവയെ ക്രെഡിറ്റ് ചെയ്യണം. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഒരു ബിസിനസ്സിലേക്ക് ഇൻകം വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, ഇൻകം പോകുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അക്കൗണ്ടൻസിയുടെ ബേസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.